ഹായ് ഗൈസ്, അപ്പോൾ ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. അതായത് ഇന്ത്യൻ അംബാസഡർ അറക്കൻ ആർമീനെ ഡയറക്റ്റായി മീറ്റ് ചെയ്ത കുറേ സാധ്യതകളും സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോയിട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കുറേ മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രശ്നമുണ്ടായതും ഷെയ്ഖ് ഹസീന പോയപ്പോൾ തൊട്ട് തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള റിലേഷൻ വഷളായപ്പോൾ തൊട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറക്കൻ ആർമീൻ്റെ സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ അറക്കൻ ആർമിയാണ് ഇപ്പോൾ അവിടെ ഇച്ചിരി കൂടെ ശക്തി കൂടുന്നത്. അപ്പോൾ ഇന്ത്യ ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ആണ്. നമ്മളിത് കുറേ മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യൻ അംബാസഡർ ഡയറക്റ്റായിട്ട് അവരുടെ ഇന്ത്യൻ എംബസീൻ്റെ പുറത്തു വന്ന റിപ്പോർട്ടർ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ അംബാസഡേഴ്സായ 2 പേര് മ്യാൻമറിലോട്ട് വിസിറ്റ് ചെയ്തിരിക്കുന്നു. മ്യാൻമറിൽ വിസിറ്റ് ചെയ്താൽ മാത്രമല്ല, റാഖൈൻ സ്റ്റേറ്റിലോട്ടും അതിൻ്റെ അടുത്ത് അതായത് ഇന്ത്യ മാനേജ് ചെയ്യുന്ന ഒരു പോർട്ടും കൂടിയുണ്ട്. അപ്പോൾ അവിടെയെല്ലാം തന്നെ അതായത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റുള്ള ഒരു പോർട്ടും കൂടിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് വിസിറ്റ് ചെയ്തതായിട്ട് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സൂചന ഇന്ത്യൻ എംബസി ഒഫീഷ്യലായി തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഈ റാഖൈൻ സ്റ്റേറ്റ് അറക്കൻ ആർമി പിടിച്ചെടുത്തു എന്ന് ഒഫീഷ്യലായി ഉണ്ടെങ്കിലും, പക്ഷേ മ്യാൻമറിലുള്ള ഇപ്പോൾ മിലിറ്ററി ഭരണം അതിനെ സമ്മതിച്ചു കൊടുക്കാനോ, അവർ ഡെയിലി ഇങ്ങോട്ട് അതായത് അവർ അറ്റാക്കുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പരമാവധി ഈ അറക്കൻ ആർമീനെ നിന്ന് ഇത് തിരിച്ചു പിടിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ ഇന്ത്യൻ അംബാസഡർ എന്തിനു പോയി? അതുമാത്രമല്ല, ഇൻഡയറക്റ്റായിട്ട് ഒരു ഇൻഡിക്കേഷനും കൂടെ തന്നിരിക്കുന്നു. അതായത് അറക്കൻ ആർമീനെ മീറ്റ് ചെയ്യാനും വഴിയുണ്ടെന്ന്. അപ്പോൾ അറക്കൻ ആർമീനെ ഒഫീഷ്യലായി മീറ്റ് ചെയ്തു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയുടെ എംബസീൻ്റെ ഭാഗത്തുനിന്നോ ഇന്ത്യൻ്റെ ഭാഗത്തുനിന്നോ ഇപ്പോൾ വരാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഇന്ത്യ മ്യാൻമർ റിലേഷൻ, ഇന്ത്യ അറക്കൻ ആർമി എങ്ങനെ റിലേഷൻ ഉണ്ടോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ മ്യാൻമർ റിലേഷൻ. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് നമുക്ക് ആ ഒരു സ്ഥലത്ത് നല്ല റിലേഷൻ വേണമെങ്കിൽ അവിടെയുള്ള മിലിറ്ററിയുമായിട്ട് നമുക്ക് നല്ല റിലേഷൻ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെയും മീറ്റ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഈ അറക്കൻ ആർമീനെ മീറ്റ് ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനൊരു അറ്റാക്കുകൾ നടക്കുന്ന ആ ഒരു സമയത്ത് ഇന്ത്യൻ അംബാസഡേഴ്സ് ഈ ഒരു സ്ഥലത്തോട്ട് പോകേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പോൾ അത്ര അറ്റാക്കുകൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അപ്പോൾ പല മ്യാൻമർ ന്യൂസ് പേപ്പേഴ്സും പറയുന്നതെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യൻ ഗവൺമെൻറ് അറക്കൻ ആർമീനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി എല്ലാവിധ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അറക്കൻ ആർമീനെ സൂണായിട്ട് തന്നെ ഇന്ത്യൻ ആർമി റെക്കഗ്നൈസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, മ്യാൻമറിൽ ഒഫീഷ്യൽ ന്യൂസ് പേപ്പറിലെല്ലാം കൺഫേം ആയതാണ്. അതായത് ഇന്ത്യൻ അംബാസഡേഴ്സ് അറക്കൻ പ്രൈം മിനിസ്റ്ററിനെ മീറ്റ് ചെയ്ത് അവിടെ ചർച്ചകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തുമ്പോഴും അതുപോലെ തന്നെ അറക്കൻ ആർമിയായിട്ട് നമ്മൾ നല്ല റിലേഷൻ വെക്കുമ്പോഴും ഇതിൻ്റെ എല്ലാം തന്നെ ഇൻഡയറക്റ്റ് ത്രെട്ട് ആർക്കാന്ന് വെച്ചാൽ ഇതേ ബംഗ്ലാദേശിന് തന്നെയാണ്. അപ്പോൾ ബംഗ്ലാദേശിന് നമ്മൾ അതായത് മ്യാൻമറിൽ പോയി എന്നുണ്ടെങ്കിൽ അറക്കൻ ആർമീനെ മാത്രമല്ല കണ്ടിരിക്കുന്നത്, അവിടെ മിലിറ്ററി ആൾക്കാരെയും കണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ സ്റ്റേറ്റുമായിട്ട് നമ്മൾ നല്ല റിലേഷൻ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ അറക്കൻ ആർമിയുമായിട്ട് നമ്മൾ റിലേഷൻ നോക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ ഒരു കാര്യം കൂടെ അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ഈ 3 ഭാഗത്തു നിന്നും നമ്മൾ കറക്റ്റായി കംപ്ലീറ്റ് ആയിട്ട് റൗണ്ട് ചെയ്ത് വരുമ്പോൾ വേറെ വഴിയില്ല. ബംഗ്ലാദേശ് എങ്ങനെ അതായത് കാനഡ എല്ലാം തന്നെ ഇന്ത്യൻ്റെ കൂടെ തോറ്റോ, അതേപോലെ തന്നെ മാലദ്വീപ്സ് ഇന്ത്യൻ്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തിയോ, അതേപോലെ തന്നെ ബംഗ്ലാദേശും പോകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ തന്നെ അരിയെല്ലാം പട്ടിണിയാണ്, നമ്മളാണ് കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന എന്തിനാന്ന് പലരും കഴിഞ്ഞ വീഡിയോ എല്ലാം ചോദിച്ചിരുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് അവിടെയുള്ള സാധാരണ ജനങ്ങളുമുണ്ട്, അവരൊന്നും തന്നെ ഈ ഒരു കാര്യത്തിൽ ഇന്ത്യനെ എതിർക്കണം എന്നുള്ളൊരു ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ പിന്നെ അവർക്കും ഒരു ത്രോട്ട് പ്രോസസ്സ് വരും. അതായത് നമുക്കൊരു കഷ്ടകാല സമയം വന്നപ്പോൾ ഇന്ത്യ സഹായിച്ചില്ല, പിന്നെ എന്തിനു നമ്മൾ സഹായിക്കുന്നു? അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആർമി ഭരണവും അതുപോലെ തന്നെ ഇവിടെയുള്ള പപ്പൻ്റെ ഭരണമെല്ലാം മാറുന്നോടം വരെ നമ്മൾ കാത്തിരുന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭരണം മാറും എന്നുള്ളത് നമുക്ക് 101% ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ